ഗൈസ്, സോളോ ഗെയിമിങ്ങിന്റെ വീഡിയോയിലേക്ക് വീണ്ടും പറയുന്നില്ല സ്വാഗതം. അപ്പൊ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിന്നൊരു സ്കൂൾ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. അതിന് വേണ്ടി പോവുകയാണ് നമ്മള്. സ്കൂൾ എവിടെയാന്ന് അറിയത്തില്ല, പക്ഷേ ഏകദേശം ഒരു ഓർമ്മയുണ്ട്. അവിടെ ഇടയ്ക്ക് പോയപ്പോഴുള്ളൊരു ഓർമ്മ. എന്റെ സിഗ്നലാകത്തെ എന്താ? അപ്പൊ അവിടെ നമുക്ക് പോയി ടിപ്പൊക്കെ എടുക്കണം. അതാണ് ഇന്നത്തെ പരിപാടി. അയ്യോ, അപ്പൊ ഇന്ന് നമ്മള് സ്കൂളിന്റെ ട്രിപ്പാണ്, അല്ലാണ്ട് ചുമ്മാ വേറെ ട്രിപ്പിനൊന്നും പോകുന്നില്ല. സ്കൂളിന്റെ മാത്രം ട്രിപ്പ്. സ്കൂളിന്റെ ട്രിപ്പാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയിൽ കുറച്ച് മാറ്റൊക്കെ വരുത്തി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് സാധനം മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സിഗ്നല് എനിക്കങ്ങ് വയ്യപ്പോ നേരെ പോവാം. ഓക്കെ, ഈ വഴി പോകുന്നെങ്ങാണ്ടാണെന്നാ കേട്ടെ. എവിടെ എത്തുമോ ആവോ, നമുക്ക് പോയി നോക്കാം. നല്ല അറിയാൻ പറ്റുമോ എവിടെ എത്തും, എവിടെ കഥ അവസാനിക്കും എന്നൊക്കെ. ഇനി നോക്കാം. ഇവിടെ ടാക്സ് അയ്യോ പറഞ്ഞ ലൈന് വേണ്ടി പിടിക്കാം. കളിയിടിക്കാൻ വളവിലെ ഓർമ്മയ്ക്ക് ഇന്ന് നോക്കണം. ഇതൊക്കെ പറഞ്ഞു തീർന്നേ. മാറി ഫോൺ അടിച്ചിട്ട് കേട്ടില്ല. ഫോൺ അടിക്കുന്നുണ്ടേ. വലിയ അത്യം ഫോണൊക്കെ പറത്തി അടിച്ച് വിട്ടിട്ട് പോകുന്നേ. ഇവരെത്തും അതൊക്കെ ഇഴഞ്ഞു. ഇനി വളവുണ്ടോ നോക്കിട്ട് നമുക്ക് നേരെ ഇതിലെ അങ്ങോട്ടാണ് പോകണ്ടേ, അല്ലാണ്ട് സാധാരണ എപ്പോ നോക്കിയാലും അങ്ങോട്ട് പോക്കല്ലേ. ഇല്ല, ഇതിലെ പോയാല സ്കൂള്. അപ്പൊ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ ഓക്കെ ചുമ്മാ പറഞ്ഞ അതൊക്കെ ഞാൻ കാണിക്കും. അവിടെ അങ്ങനെ കട്ടിയില്ല. മാറ് എവിടെ അതൊന്ന് കേട്ട ഭാവം പോലും ഇല്ല. എങ്ങനെ മാറാൻ ഇവര് മാറാൻ. പ്രൈവറ്റ് വണ്ടിയുടെ ഹോണാണ് കയറ്റി വെച്ചിട്ടുള്ളത്. ഏത് ബസ്സാണെന്ന് എനിക്കറിയത്തില്ല. കിട്ടിയ ബസ് എടുത്തോണ്ടിങ്ങ് പോകും. കുറച്ച് കഴിയുമ്പോ ഒരു വളവ് അവിടെ ഉണ്ടാകുന്നു. മഴ ടാപ്പ് ഓൺ ചെയ്തിട്ട് വല്ല സൗണ്ട്. ഇടിക്കില്ല. വണ്ടിക്കത്ത് ലൈറ്റൊക്കെ ഇട്ടുണ്ടോ? പക്ഷെ ഇപ്പൊ ലൈറ്റ് ഇട്ട് കാര്യമില്ല. പക്ഷെ അത് ഇടുന്നത് നല്ല രസമുണ്ട്. എത്താറായോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. എത്താറായിട്ടുണ്ട്. ഇടിക്കില്ല. അയ്യോ വളവ്. ഇതെന്ത് ഇങ്ങനെ ആണ്? ആമയും പോലെ ഓട്ടം ശ്രമിച്ച പോലെ ആയിപ്പോയില്ലോ. ഇതെന്ത് കളി ഇത്? ആ സൈഡിൽ കൂടെ എടുത്തോണ്ട് പോകും കേട്ടോ. ഞാൻ ബസ് നോക്കൂല. നമ്മുടെ ബൈക്കിന്റെ രീതി ആയിരിക്കും വേണ്ട. നല്ല ചാൻസ്. കേറ്. ഓക്കെ, ഈ വളവ് ആണെന്ന് തോന്നുന്നു. ഗൈസ്, നമുക്ക് പോയി നോക്കാം. പോയിട്ട് വഴി തെറ്റാണ്ടിരുന്നാ മതി. വഴി തെറ്റാ അല്ലേ? ഇതിൽ തന്നെയാണോ? പോയി നോക്കാം.
ഓക്കെ, നമുക്ക് ഈ വഴി ഇറങ്ങണ്ടേ. ഇതിലെ പോകുമ്പോഴാ സ്കൂളുള്ള ഗൈസ്. ഇതിലേ പോയി ആ വഴി കയറി സ്കൂളിന്റെ ഓക്കെ. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഓക്കെ. ഉണ്ട്. ഈ സ്കൂൾ ഏതാ ഇപ്പൊ? ആ പച്ച കളർ പോലെ ഇരിക്കുന്നതാന്ന് തോന്നുന്നു. അതെ അതെ, ഹോൺ അടിച്ചേക്കാം. എന്നിട്ട് ഇവിടെ വണ്ടി നിർത്തി നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു വരണ്ടാര്. ഓക്കെ, ഇവിടെ വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പൊ എല്ലാരും കേറി തോന്നുന്നു. ഈ വണ്ടി ഇവിടെ സ്ഥലം എടുക്കാം. അല്ല, വണ്ടി പോവാം. പൊടിയോ കിട്ടുമോ? ഇടിക്കുവോ അതോ ഇടിക്കൂല? സ്പേസ് ഉണ്ട്. നമുക്ക് വണ്ടി എടുത്തോണ്ട് നേരെ പോയിക്കാം. പോയിട്ട് വേണം നമുക്ക് ഉള്ള സ്ഥലത്തൊക്കെ ഇറങ്ങാൻ. ഓക്കേ, ല്ലേ ചുമ്മാ കുണ്ടും കുഴി അത് തന്നെ. എങ്ങോട്ട് പോണേ? വണ്ടി വന്നോട്ടെ. ഓ, മറ്റേ ടൊയോട്ടക്കാരൻ കഴിഞ്ഞ് തിരിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവര് പോട്ടെ. അവര് പോയിട്ട് എടുക്കെടുക്കെടുക്കെടുക്ക്. ഈ വെയിറ്റ് ചെയ്ത് നിൽക്കാനിക്ക് വയ്യ. മാറ് ഹോൺ അടിക്കുന്ന കേട്ടില്ലേ? വേടെ ഇനി മിന്നിയില്ല. പിന്നെ ഞാൻ എന്തിനാ അടിക്കുന്ന ഹോൺ? ഈ പ്രാവശ്യം മുന്നിലുള്ള ആളെത്തി. മൈ ഗോഡ്, നമുക്കിന്ന് ഈ പ്രാവശ്യം ഓഫ് റോഡ് വഴി പോവാം. ഓഫ് റോഡ് വഴി പോയിട്ട് നമുക്ക് എവിടെയായിരുന്നു ഏതെങ്കിലും ആ സ്ഥലത്തേക്ക് എത്തിച്ചാൽ പോയി. മാറും ലൈറ്റ് അടിച്ചു കണ്ടോ? ഇടിച്ചു. ഇങ്ങനെ ഇടിക്കൂല. ഇടിച്ച ഞാൻ ജയിലിനകത്താവും. ഉള്ള കാര്യം പറഞ്ഞാൽ മതി. അളവ് ഈ വഴിയാണോ? അത് തന്നെ, ഈ വഴി. ഉണ്ടായിരുന്നാ മതി. ഡെഡ് ആയാൽ ഡെഡാവും. ഡെഡ് ഉണ്ടാവോ? ഇല്ല തോന്നുന്നു. പോയി നോക്കാത്ത എല്ലാരെയും പറ്റും. പെട്ടെന്ന് പോട്ടെ. ഇവിടെ ഇല്ല തോന്നുന്നു. പക്ഷെ ഞാൻ പറയുമ്പോ അതുണ്ടായിരുന്നതായിരുന്നു. ഇങ്ങനെയാണല്ലോ. വഴി മാറിപ്പോയി. ഈ വഴി ഏതാന്നറിയാവോ? താഴത്തെ ബിൽഡിംഗ് കണ്ടോ? ആ സ്കൂൾ ഏതാ? ഇപ്പൊ നമ്മൾ കയറ്റിക്കൊണ്ട് വന്ന സ്കൂളിൽ. ഞങ്ങോട്ടും തിരിച്ചു പോവോ? വഴി ഇരിപ്പി. വണ്ടിക്കകത്തുള്ള ഞാൻ ഇങ്ങനെ വല്ല ചെയ്യുമ്പോഴായിരിക്കും വല്ല പ്രശ്നം ഉറപ്പ് കാര്യം. ഓക്കെ, ഈ വഴിയല്ല, വേറെ വഴിയായിരുന്നു. വലിയ കാര്യത്തിലേ കയറി. അല്ല, അപ്പൊ ഇത് ഷോർട്ട് കട്ടാ? അത് ശരി. ഇല്ലെങ്കിൽ പോയാ പോലെ എന്നാല് മഴ വീണ്ടുണ്ടോ? ഇല്ല, തോന്നിയത്. പെട്ടെന്ന് പോ. ഓ, 100ന്റെ മേളിൽ പോയി. അതിന്റെ മുകളിലാണ് ഞാൻ ഓടിക്കുന്നത്. അതും സ്കൂൾ പിള്ളേരെ വെച്ചിട്ട്. ഇതൊക്കെയാണ് പ്രാവശ്യം. ഇനി വല്ല വണ്ടി വരാനുള്ള ഭാഗ്യം. പറഞ്ഞു കയറുന്നില്ല. കണ്ട കരിനാട്ടിന്റെ ഓരോ കഴിവേ. ഇടിക്കുകയും ചെയ്തു. ഞാനൊന്നും ചെയ്തില്ല. ചുമ്മാ പോയി ഇടിക്കുന്നൊക്കെ.
ഒരു ജാതി ഉണ്ടല്ലോ അതിന്റെ കൂടെ. പെട്ടെന്ന് കയറി വിടാം. വളവ് ഇല്ല ഏറ്റി വിടുവാണെങ്കിൽ ഇനി അവിടെ പോസ്റ്റ് പോയിരിക്കും. പെട്ടെന്ന് കയറി അതെ ഇവിടെ ചുരം വരും ഇങ്ങനെയൊക്കെ. മലയിൽ ഇപ്പൊ താഴെ എത്താറുണ്ട്. അല്ല അതിപ്പോ ഇത് ഏതാ വഴി? വഴി തെറ്റിപ്പോയി. ഇല്ല ഇതിലെയാണ് ഓഫ് റോഡേ. ഞാൻ വിചാരിച്ച ഓഫ് റോഡിന്റെ വഴി കഴിഞ്ഞ് ഞാനിങ്ങ് പോകുന്നു എന്നാ ഞാൻ വിചാരിച്ച. ഇല്ല നേരെ പോയിട്ട് വളവുണ്ടോ? ഇല്ല, നേരെ പോയാൽ മതി. ഇപ്പൊ ഒരു ഓഫ് റോഡ് ഉണ്ട്. 2 വഴിയുണ്ട് ഓഫ് റോഡിന്. അതിലേതെങ്കിലും ഒന്ന് പിടിക്കാം. രണ്ട് സ്ഥലം ഒരു സ്ഥലത്തേക്കാണ് പോണേ. പക്ഷെ ഏതെങ്കിലും വെറൈറ്റി വഴി പിടിക്കാം. അതാണ് നല്ലത്. രസാവില്ലോ അങ്ങനെ പോകുന്നത് നല്ലത്. ഈ വണ്ടിയൊക്കെ എന്റെ സ്പീഡിലെ കയറ്റങ്ങന്ന് കുറയുന്നു. ഇല്ല ഒറ്റയടിക്ക് ഇവരുടെ അടുത്തെത്തി. ഈ മറിക്ക് ഞാൻ പോട്ടെ. മറിക്ക് ഞാൻ ഹോണൊക്കെ അടിച്ചേക്ക്. വളവ്. ഇത് ഏത് ട്രാവൽസ് ആണ്? കഴിഞ്ഞ സ്റ്റോപ്പിലെ ഇംഗ്ലീഷ് വായിച്ചിട്ട് വേറെ എന്ത് വായിച്ചിട്ട് മറിക്ക് വളവ് തന്നെ മാറി വഴി മാറി. അല്ലെങ്കിൽ ഞാൻ അവിടെ വേറെ ഏതെങ്കിലും വണ്ടിയുടെ മുന്നിൽ കയറും. ഇനിയിപ്പോ കുഴപ്പമില്ല, നേരെ പക്ഷെ വളവ് തന്നെയാണ് പിടിച്ചേനെ. ഇവിടെ ഇറക്കോ? അല്ലേ അതെ ഇറക്കാം. അത് ഇടി കിട്ടിയതാണെങ്കിൽ വണ്ടി ഇടിച്ചാണ്. ഇടി കിട്ടാ. പക്ഷെ നേരത്തെ ഒരു ശബ്ദം കേട്ട് മാറ് പോണം. പെട്ടെന്ന് പോണം. എമർജൻസി. ഇവിടെ ഇറക്കാണ്. ഇവിടെ കയറ്റവും സ്പീഡ് കുറയുന്നു. കേറ് പെട്ടെന്ന് കേറും. അല്ലെങ്കിൽ നേരെ ബാക്ക് വണ്ടി. ഇതില് ഇവിടെയാണ് ഓഫ് റോഡ്. അല്ലേ വേണ്ട, ഓഫ് റോഡ് ഒന്നും വേണ്ട. നമുക്ക് അല്ലാണ്ട് ചുരം ഇറങ്ങാം. ചുരം ഇറങ്ങി വേറെ ഓഫ് റോഡ് പിടിച്ച് അല്ലെങ്കിൽ വേറെ വഴിക്ക് കയറാം. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി അതിലേ പോകും. മഴയൊക്കെ പോയി ശാന്തമായി. മഴത്തുള്ളികളൊന്നും തുടച്ച് കളയട്ടെ. അയ്യോ ചുരം പതുക്കെ പോയാൽ മതി. 90 കഴിഞ്ഞ് ഇത്ര നേരം പോയേ. ഞാൻ 50 വിചാരിച്ചേ. മണിക്കോയി വണ്ടിയൊക്കെ അല്ലെങ്കിൽ ഞാൻ ഓടിക്കുന്നില്ലേ. ബസ് ആയത് കൊണ്ട് പറയാൻ പറ്റൂല എന്നൊക്കെ. ഞാൻ 100ലേക്ക് കേട്ടത് ചോര ഇറങ്ങുമ്പോ. തിരിഞ്ഞു തെറ്റിപ്പോയി. നല്ല രസമുണ്ടല്ലേ അങ്ങനെ തിരിച്ചോണ്ട് പോയി. അതൊക്കെ തിരിച്ചോണ്ട് പോയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടി കിട്ടിയിട്ടിരിക്കും. അതിന്റെ സാധ്യത. ഇതെന്നാ പറഞ്ഞു തീർന്നില്ല, അതിന് മുന്നിൽ ഇടിച്ച് ഗൈസ്. ഈ വീഡിയോ ഇനി ചിലപ്പോ കുറച്ചേ ഉണ്ടാവുള്ളൂ. എന്നുവെച്ചാൽ ലോങ് ആയിരിക്കില്ല. ലോങ് വീഡിയോ ഇട്ടാ ആരും കാണത്തില്ലല്ലോ. അതുകൊണ്ട് ഷോർട്ടായിട്ട് ഞാൻ ശ്രമിക്കാൻ പരമാവധി.
ഇടിച്ച്, പക്ഷെ ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. ഞാൻ വിചാരിച്ചു മൊത്തം ഇടിച്ച് തെറിപ്പിച്ച് ഞാൻ എവിടെ ഈ വണ്ടിയുടെ മൊത്തം പാട് തിളക്കിയിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും പറ്റൂല. ഡ്രൈവർ മാക്സോളോ ഈസ് ഹിയർ. ഓ മാറേ. ഈ വണ്ടിയുടെ പേര് ഞാൻ പറഞ്ഞ ദിവസം രണ്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതാ റോഡിന്റെ നടുവിലൊക്കെ വാഴ കൊണ്ട് വെച്ചേക്കുന്നു. എന്റെ പോനെ മാറി വേണം ചവിട്ടി. ഓ വളവ് മാറിത്തരാ. ഞാൻ കേൾപ്പിക്കോളാം. ഓ നടക്കൂലേ. ഇനി മാർത്താ ആണ് മടക്കോട്ട് കയറ്റി വെച്ചേക്കുന്ന വണ്ടി. അതേ വണ്ടി ഓ ഈ പുള്ളിക്കാരന്റെ അടുത്ത് കേറാൻ നടക്കൂല. മണ്ണിനെയൊക്കെ ഇടിച്ച് തെറിപ്പിച്ച് മണ്ണിന്റെ അകത്തൂടെ പോയാലും ഇത്ര ക്ലോസ് ആയിട്ട് ഇതൊക്കെയാണ് പ്രൊഫഷണൽ. ഇതിൽ ഏത് ഓഫ് റോഡ് ആയില്ലേ? ഈ ഓഫ് റോഡിന്റെ പകുതി ആകുമ്പോ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വേണ്ട, ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, വണ്ടി ലൈറ്റ് അടിച്ച് കാണിക്കുന്നുണ്ടോ? ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.